ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരിയത്ത്. സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് തിരൂരിന്റെ മുഖ്യ രക്ഷാധികാരിയും മാർഗനിർദ്ദേശിയുമായിരുന്ന 30 വർഷം തിരൂർ പോളിടെക്നിക് കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാൻ സ്ഥാനം അലങ്കരിച്ച കെ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് സ്മരണാർത്ഥം സാമൂഹിക ഉത്തരവാദിത്ത സംരംഭമായ ലീഡ്സ് സെന്റർ ഫോർ ലോക്കൽ എംപവർമെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിന്റെ സെപ്റ്റംബർ 13, 2024 വെള്ളിയാഴ്ച രാവിലെ 9:30 കൊണ്ടാടാം നല്ലോണം സമാധാനം 2024. ഈ ഓണക്കാലത്ത് നമുക്ക് ചുറ്റുമുള്ള ഏറെ പരിഗണന അർഹിക്കുന്ന പ്രായമായവരെ ചേർത്ത് നിർത്തി ഓണക്കോടിയും ഓണസമ്മാനങ്ങളും നൽകി ആദരിച്ചു. നാഷണൽ സർവീസ് സ്കീം ടെക്സൽ യൂണിറ്റ് 131, 172, CWC കമ്മ്യൂണിറ്റി ഫോർ വിമൺ ഇൻ ഡെവലപ്മെന്റ് തിരൂർ ചാപ്റ്റർ, സുമനസുകൾ, വിദ്യാർത്ഥികൾ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് നല്ലോണം ഒരുക്കിയത്. തെക്കുമുറി നിവാസികളായ 30 കുടുംബാംഗങ്ങളെയും പ്രിയ കാരണവന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. കിടപ്പ് രോഗികളായ ചില കാരണവന്മാരെ NSS വോളണ്ടിയർമാരായ വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിലെത്തിച്ച് ഓണസമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ അൻവർ സുലൈമാൻ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ PI ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, മുൻ പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ കൈപ്പഞ്ചേരി, KMEA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PI കൊച്ചുമൊയ്തീൻ, PA മെഹബൂബ്, മുനിസിപ്പൽ കൗൺസിലർമാരായ ഷാനവാസ്, സരോജ ദേവി എന്നിവർ സംബന്ധിച്ചു. CWC തിരൂർ ചാപ്റ്റർ മുഖ്യ രക്ഷാധികാരി PP അബ്ദുറഹ്മാൻ, CWC ID ചാപ്റ്റർ സെക്രട്ടറി ഷഫ്ന ഡി പട്ട്, അംഗങ്ങളായ സുലൈഖ P, സുഫൈജ K, ഇബ്രാഹിം പുത്തുത്തോട്ടിൽ, നാസർ കക്കോടി, UV അഹമ്മദ് ഷഫീഖ്, റമീസ് ഇക്ബാൽ, ജാമിയ ഹമീദ്, ശ്രീകാന്ത് V തുടങ്ങിയവരും ലീഡ്സ് പ്രതിനിധികളായ നൌഷാദ് P, നാസർ പുല്ലാനിക്കാട്ടിൽ, ഷാനിബ് റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു. NSS വളണ്ടിയർ സെക്രട്ടറിമാരായ വിദ്യാർത്ഥികൾ നല്ലോണം പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് നേതൃത്വം നൽകി. തുടർ വിദ്യാഭ്യാസ കേന്ദ്രം അപ്പാരൽ ഡിസൈനർ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ നടന്ന പരിപാടിയിൽ NSS ഓഫീസർ ജംഷിദ് IT നന്ദി പ്രകാശിപ്പിച്ചു. കൊണ്ടാടം നല്ലോണം പരിപാടിയിൽ ആദരവ് ഏറ്റുവാങ്ങിയ തെക്കുമുറി നിവാസികളായ 30 കുടുംബങ്ങൾക്ക് പൂർവ്വ വിദ്യാർത്ഥി സംരംഭകരായ നിസാർ ചോമയിൽ, ട്രിവാലി ഖത്തർ, റഷീദ് അബ്ദുള്ള G4 എഞ്ചിനീയേഴ്സ്, ബിജു വർഗീസ്, എൽടെക് എഞ്ചിനീയേഴ്സ് മുംബൈ, നൂറുദ്ദീൻ ഗ്രാറ്റിസ് ദുബായ്, അൻവർ അമീൻ ചേലാട്ട് ഗ്രാൻഡ് ദുബായ് തുടങ്ങിയവർ ഓണസമ്മാനം നൽകി. അദ്ദേഹമായിരിക്കണം ചിലപ്പോൾ ഇന്നത്തെ അല്ലെ സാധാരണ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉദ്ഘാടകനായിട്ട് ഞങ്ങൾക്ക് എത്തേണ്ടത് അദ്ദേഹമായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ ഈ പോളിടെക്നിക്കിന്റെ പരിസരത്തിൽ നിന്നും 10ഓളം സുമനസ്സുകളായ നമ്മളുടെ ഓണം ആഘോഷിക്കാൻ വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ചെയർമാൻ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിന്റെ അടുത്ത് ചെന്നപ്പോൾ നമുക്ക് അവരെ ചേർത്ത് പിടിക്കണം, പോളിടെക്നിക്കിന്റെ പരിസരത്തുള്ളവരെ നമുക്ക് ചേർത്ത് പിടിക്കണം. പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സ്വാഗത പ്രാസംഗികൻ ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ പറ്റി വളരെ വിശദമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മനത്തിന്റെ 30 കൊല്ലം ഗവേണിംഗ് ബോർഡ് ചെയർമാനായിരുന്ന കുട്ടി അഹമ്മദ് സാഹിബിന്റെ അനുസ്മരണ സമ്മേളനം നടക്കുന്ന ഈ സുദിനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിന് നേതൃത്വം വഹിച്ചത് ലീഡ്സും അതുപോലെ തന്നെ NSSഉം അതുപോലെ വുമൻസ് ഡെവലപ്മെന്റ് എല്ലാവരും കൂടി ചേർന്നാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ എൻ്റെ പ്രിയങ്കനായ സുഹൃത്ത് ആലുവയിൽ നിന്ന് വന്ന മെഹബൂബ് എഴുതിയിരിക്കുന്നു. കുട്ടി അഹമ്മദ് സാഹിബിൻ്റെ ഒരു ജീവചരിത്ര ഗ്രന്ഥം തന്നെ എഴുതാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്നലെ IAS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനുസ്മരണം അവർ പ്രത്യേകമായി അവരുടെ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പുതുമയും അതിൻ്റെ ഒരു പ്രാധാന്യവും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ വേദിയിലേക്ക് കോഴിക്കോടുകൾ കയറുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇടയിൽ ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച, നമ്മുടെ തൊഴിൽ കൈയിട്ട്, നമ്മുടെ കുസൃതി പറഞ്ഞ്, നമ്മുടെ വികൃതികൾ ആസ്വദിച്ച് നമ്മൾക്കിടയിലുണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ. എന്നാൽ കേരളത്തിലെ സർവമാന സമൂഹത്തിൻ്റെയും കണ്ണി ചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് പ്രധാനം. മതവേദികളിൽ അദ്ദേഹം ഉണ്ടാകുമായിരുന്നു,
സാംസ്കാരിക സദസ്സിൽ അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തിലും പ്രവർത്തനത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ പുരുഷന്മാരുമായുള്ള സംസാരങ്ങളിൽ അവർ നിറഞ്ഞു നിൽക്കുമായിരുന്നു. രാഷ്ട്രീയത്തിലെ കേമനായിരുന്നു. അടിസ്ഥാന വർഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ ചില്ലറയല്ല. വിദ്യാർത്ഥികളെ ഏറെ സ്നേഹിച്ചു. ദുർബല ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ ഒരു ചങ്ങാതിയായി അദ്ദേഹം നിലകൊണ്ടു. മത്സ്യത്തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവനായിരുന്നു. കർഷകരെ ഏറെ സഹായിച്ചു. തൊഴിലാളികളുമായി അദ്ദേഹം കൂട്ടുകൂടി. അങ്ങനെ ഏത് മേഖലയിൽ മനുഷ്യന് ബന്ധപ്പെടുന്ന ഏത് മേഖലയുണ്ടോ ആ മേഖലയിലൊക്കെ നോക്കിയാൽ കുട്ടിയാമൂർത്തി സാഹിബിന്റെ സ്ഥാനം ഉണ്ടെന്നതാണ്. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. ഇതിന്റെ പിന്നിലും നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും, ഓരോരുത്തരായി പറയുന്നില്ല, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ പിന്നെ കുട്ടിയാമൂർത്തി സാറ് ഞാൻ കൂടി ഭയങ്കര ബന്ധമുള്ള ആൾക്കാരായിരുന്നു. പഴയ കാലത്ത് ഇപ്പോഴൊന്നല്ല, എൻ്റെ വീട് ഇതിൻ്റെ അപ്പുറത്തായിരുന്നു. അന്ന് മുതലേ ഉള്ള ഒരു ബന്ധമാണ് ഞങ്ങളുടെ ഉള്ളിൽ. ഞങ്ങൾക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ വീടും 1962 ഉണ്ടാക്കിയത് ഇവിടെ. സെയിം ടൈമിലാണ് SSM പോളിടെക്നിക്കും വന്നത്. അങ്ങനെ ഒരു സാർ പറഞ്ഞ മാതിരി അന്ന് കമ്പനിയൊക്കെ വളർച്ചയ്ക്കത്തേക്ക് പിന്നെ നാത്തു സാറ് എന്നും സുബഹിസ്കരിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വരികയായിരുന്നു. ഒരു മനുഷ്യനായി കാണുകയും മനുഷ്യർ തമ്മിൽ സാഹോദര്യ ബന്ധം അത് ദൃഢമാവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആഘോഷങ്ങൾ നമ്മളോട് പറയുന്നത്. അത് ഓണമായാലും പെരുന്നാളായാലും അതുപോലെ നമ്മുടെ ക്രിസ്തുമസ് ആയാലും ഒക്കെ ആ സാഹോദര്യ ബന്ധം കൂട്ടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. ഈ പ്രവർത്തനത്തിന്, ഈ ചാരിറ്റി വിങ്ങിന് തിരൂർ പോളി തിരൂരിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു സ്ഥാപനം എന്ന നിലക്ക് ഈ സ്ഥാപനം ഇതിന്റെ കാരുണ്യം കൊണ്ട് തന്നെ കൂടുതൽ ഉയർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും നല്ലോണം അദ്ദേഹത്തിന്റെ സേവനമാണ് ഇന്ന് ഈ കാണുന്ന മുഴുവൻ സൗകര്യങ്ങളും എന്നുള്ളത് നമുക്ക് വളരെ പ്രത്യാശ നൽകുന്നതാണ്. തലമുറകളോളം ഈ സംരംഭവും ഈ സ്ഥാപനവും എല്ലാ അനുഗ്രഹത്തോടുകൂടി പ്രശോഭിക്കട്ടെ എന്ന് ആശംസിച്ചു. ഈ പരിപാടിയുടെ നല്ലോണം ഈ ചേർത്ത് നിർത്തലിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അത് നമുക്ക് എന്താ പറയുക, വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഇതിലുപരിയായിട്ട് മൺമറഞ്ഞു പോയ ഒരു വലിയ മനുഷ്യന്റെ അനുസ്മരണാർത്ഥമാണ് നമ്മൾ ഇവിടെ പങ്കുകൊണ്ടിട്ടുള്ളത്. ഇവിടെ ആദരിക്കപ്പെട്ട എല്ലാ മുതിർന്ന കാരണവന്മാർക്കും അതുപോലെ തന്നെ കൂടി ചേർന്ന എല്ലാ സഹോദരങ്ങൾക്കും എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു. ബഹുമാനിയായ കുട്ടിയാമൂർത്തി സാഹിബിനെ ഓർത്തുകൊണ്ടുള്ള ഒരു പരിപാടി എന്നാണ് നമുക്ക് ഏറെ സന്തോഷകരമാണ്. അതോടൊപ്പം തന്നെ നല്ലോണം എന്ന ഈ ഓണത്തിൽ സമത്വസുന്ദരമായ നമ്മുടെ അങ്ങനെ സങ്കല്പിക്കുന്ന ലോകത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരം ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിർത്താൻ നമുക്ക് കഴിഞ്ഞതും ഈ പരിപാടി ഏറെ ധന്യമാണ്. എല്ലാവർക്കും എല്ലാ ഓർമ്മകളും ഓണവും ആശംസിച്ചുകൊണ്ട് അതുപോലെ സീസണിലെ മറ്റു എല്ലാ ആളുകൾക്കും നല്ല ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തും. ഈഡ്സും NSSഉം എല്ലാവരും സംയുക്തമായി നടത്തുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം 30 വർഷം KMAയുടെ മെമ്പറായി ചെയർമാനായി പ്രവർത്തിച്ച കുട്ടിയാമൂർത്തി സാഹിബ് ആ 30 എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 30 പേർക്ക് ഇവിടെ ഗിഫ്റ്റ് നൽകുക എന്ന ഒരു ആശയം നടപ്പിലാക്കിയത്. ഏതായാലും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും അതിഥികൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.